ചേട്ടാ എന്നെ അടിക്കാവേ. ചേട്ടൻ എന്തോ നേണേ അറിയാമോ ചേട്ടന്? ചേട്ടൻ ഇലക്ട്രീഷ്യനാ പഠിച്ചത്? ഇലക്ട്രീഷ്യൻ പഠിക്കാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? എന്നെ അടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് എടുത്തു. ഹായ് പറയുന്നില്ലേ? നീ തുടങ്ങ. അപ്പം ഇന്നത്തെ ഈവനിങ്ങിലുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ കുറേ ഫിഷും എല്ലാം മേടിച്ചു. ഞണ്ട്, കുറേ മീനുകൾ കിട്ടി. കുറേ മീനുകൾ ഇങ്ങനെ വലയിൽ പിടിച്ചുകൊണ്ട് വരുന്ന കുറേ മീനുകളാണ് കിട്ടിയത്. അപ്പോൾ ആ മീനുകൾ ഇന്ന് കുടമ്പളിയൊക്കെ ഇട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി കിച്ചനെ കയറിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും അവൾക്കൊരു പരാതിയുണ്ട് അവളുടെ കൂടെ. എനിക്ക് പരാതിയുണ്ട്, പക്ഷെ ചേട്ടൻ വാങ്ങിച്ച മീൻ എനിക്ക് ഇന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് സമരത്തിലാണ്. അതുകൊണ്ട് ചേട്ടനാണ് ഇന്ന് മീൻ കഴുകുന്നതും വെക്കുന്നതും ഒക്കെ ചേട്ടനായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കുകയാണ്. ശരി, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീന്. അപ്പോൾ ഇതിൽ അയലയുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ഈ വലയിൽ ചേട്ടൻ പറഞ്ഞതുപോലെ വലയിൽ വന്ന മീനാണ്. പിന്നെ ഇതാ ഒരു നീളത്തിലൊരു മീൻ. എങ്ങനെ കട്ട് ചെയ്തിടുമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യണം. ഇത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്യണം. ഇന്ന് ചേട്ടന് ലീവ് ദിവസമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലീവ് ദിവസമൊക്കെ മിക്ക ദിവസവും നമ്മൾ ഇതുപോലെ മീൻ വാങ്ങാൻ വേണ്ടി പോകും. പക്ഷെ നമ്മൾ അന്ന് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇതുപോലെ മീൻ വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഇതുപോലെ വെറൈറ്റി മീനൊന്നും കിട്ടിയില്ല. നമുക്കന്ന് സാധാ മീൻ കൊഴിയാളയൊക്കെ തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇന്ന് നമുക്ക് വെറൈറ്റി മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ മീൻ ചേട്ടൻ്റെ ബ്രദറിന് കൊടുത്തായിരുന്നു. പിന്നെ എനിക്ക് വലുതായിട്ട് ഇങ്ങനെയുള്ള മീൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരയല വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ കരുതുന്നത് എല്ലാ മീനും കൂടെ ഒരുമിച്ചിട്ട് ഒരു അടിപൊളി കുടംപുളിയിട്ട കറി വയ്ക്കാമെന്നാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാൻ തലമുടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുടിയൊക്കെ മീനിലാകും. അപ്പോൾ എനിക്ക് കുഞ്ഞ് ഈ സമയത്ത് നല്ല ഉറക്കമാണ്, അല്ലെങ്കിൽ എന്തായാലും ഒരു പണി നടക്കൂല. കുഞ്ഞ് ഉറങ്ങിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മീൻ എന്തായാലും വെട്ടണം. മീൻ വെട്ടി അതിനെ നന്നായിട്ട് കഴുകണം. എനിക്ക് സത്യത്തിൽ ഈ മീൻ എങ്ങനെ വെട്ടണമെന്ന ഐഡിയ ഉണ്ട്, പക്ഷേ എനിക്കിത് വെട്ടാൻ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ മീൻ കഴുകി തീർന്നു. ഇതാണ് മീൻ. നല്ല പാട് ഇട്ട് കഴുകാൻ. മീൻ കഴുകിയ ചേട്ടാ? പിന്നില്ലേ, എളുപ്പമുണ്ടായിരുന്ന മീൻ കഴുകാൻ? ഇതൊരു ഫൈറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞണ്ടും ചേട്ടനും കൂടെ ഉള്ള ഒരു ഫൈറ്റ്, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ള ഫൈറ്റ്. നല്ല സുഖമായിരുന്നു മീൻ കഴുകാൻ. അങ്ങനെ കുക്കിംഗ് തുടങ്ങി. ഫസ്റ്റ് ചീനിച്ചട്ടി വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില ഇടും. പിന്നെ അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചേട്ടനാണ് കുക്കിംഗ്. ചേട്ടാ
ഇനി എന്താ ചേട്ടാ ആഡ് ചെയ്യണേ? കറിവേപ്പില. ചേട്ടൻ കുറേ ആയി പാചകമൊക്കെ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നത് ഈ കൊറോണ ടൈമൊക്കെ ക്വാറന്റൈൻ സമയമില്ലേ, ആ സമയം ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുമായിരുന്നു. ആ സമയത്ത് ചേട്ടൻ തന്നെ കുക്ക് ചെയ്യും, അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും. അന്ന് അടുക്കളയിൽ കയറിയതാണ് അല്ലേ ചേട്ടാ? അതിനുശേഷം കയറിയിട്ടുണ്ടോ? അതിനുശേഷം കയറിയിട്ടുണ്ടോ? ലാസ്റ്റ് എപ്പോഴും ചേട്ടൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്? ചേട്ടാ ലാസ്റ്റ് എപ്പോഴും കുക്ക് ചെയ്തത്? ലാസ്റ്റ് ഉണ്ടാക്കിയ ഡിഷ് എന്തോന്ന്? നൂഡിൽസ്. അത് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. ഇത് ഫുള്ള് ചേട്ടനാണ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതെല്ലാം അരിഞ്ഞു കൊടുത്തത് ഞാനാണ്. ഉള്ളി മാത്രം 2-3 ചെറിയ ഉള്ളി ഉടച്ചതല്ലാതെ വേറെ ഒന്നും ചേട്ടൻ ചെയ്തില്ല. പിന്നെ ഞണ്ട് കുറച്ച് 2 ഞണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ പൊട്ടിച്ച് തന്നു. അല്ലാതെ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതെല്ലാം ഞാനാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ ഉണ്ടാക്കുന്നു. നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ ഉള്ളി കുറച്ചുകൂടെ നന്നായിട്ട് വരണമെന്ന് തോന്നുന്നു. നമ്മുടെ മീന് ഏത് പരുവമായെന്ന് നോക്കാം. ഇങ്ങനെയാണ്, ഏകദേശം വെന്തിട്ടുണ്ട്. നല്ല തിളച്ച് മറിയുകയാണ്, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ആ മുരിങ്ങക്കായുടെ സ്മെല്ലും കുടംപുളിയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം വെന്തുടങ്ങിയതായി എനിക്ക് തോന്നിയതല്ല, കുറച്ച് വെന്തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മീനുകളൊക്കെ നന്നായിട്ട് വെന്ത് പോയി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ മീൻ കറിയും കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ എടുത്തിട്ടുള്ളൂ, നല്ല വിശപ്പായതുകൊണ്ട് പിന്നെ അങ്ങൊന്നും നോക്കിയില്ല, കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.